everyone, welcome to elancetuitions. And yes, as a +1 commerce students, നമുക്ക് +1 പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റുകളാണ് അല്ലേ. സോ ഓരോ സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട്സിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ടോപ്പിക് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇൻ ടോട്ടൽ ബിസിനസ് സ്റ്റഡീസിൽ 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു തിയറി സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? യെസ്, അതാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. സോ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. പറഞ്ഞതുപോലെ +1 കൊമേഴ്സ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ബിസിനസ് എന്നും എന്താണ് ട്രേഡ് എന്നും എന്താണെന്ന് കൊമേഴ്സ് എന്നും ആദ്യം അറിയണം അല്ലേ. അത് തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശവും. സോ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്. ഹിസ്റ്റോറിക്കൽ പാസ്റ്റിലെ ട്രേഡിനെ കുറിച്ചും കൊമേഴ്സിനെ കുറിച്ചും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റോൾ ഓഫ് ഇൻഡിജിനിയസ് ബാങ്കിങ് സിസ്റ്റം ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് മറ്റൊരു ടോപ്പിക്കാണ്. ആൻഡ് കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്താണ്, ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ടൈപ്സ്. കൊമേഴ്സ് എന്താണ്, കൊമേഴ്സ് എന്ന് പറയുന്നുണ്ട്. കൊമേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആൻഡ് ദെയർ കോസസ് ആൻഡ് ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഇത്രയും ടോപ്പിക്സുകൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിനകത്ത് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി ബിസിനസ് എന്താണെന്നും ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ഒരു ബിസിനസ്സിലുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. ബിസിനസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഈ ചാപ്റ്റർ തീർച്ചയായിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട് കേട്ടോ. സോ സെക്കൻഡ് ചാപ്റ്റർ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് പറയാം കേട്ടോ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ചെയിൻസ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ വിവിധ രൂപങ്ങൾ, പല തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നും പറയാം. എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ആൻഡ് ദ ഫസ്റ്റ് ടോപ്പിക് ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിവിധ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മെറിറ്റ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതാണ് ഈ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്? ദീസ് ആർ ദി 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഈ 5 ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ 5 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ്, ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. വിച്ച് മീൻസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. 8 മാർക്ക് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ആൻഡ് മറ്റൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഈ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ആൻഡ് തേർഡ് ചാപ്റ്റർ ഈസ് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. നമ്മൾ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനകത്ത് കുറച്ചധികം പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇവിടെ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. ഈ 3 ഫോം ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെയും ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫോം ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. ഈ പബ്ലിക് എൻ്റർപ്രൈസസ് ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്,
സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസും ഗവൺമെന്റ് കമ്പനിയും. ഇതാണ് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് കൂടാതെ പഠിക്കുന്ന ഒരു ടോപ്പിക് ചേഞ്ചിങ് റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ പ്ലസ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസസും. ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഫീച്ചേഴ്സും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ദ ഫോർത്ത് ചാപ്റ്റർ ബിസിനസ് സർവീസസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എസ് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസസ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ്. എന്താണ് സർവീസസ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് സർവീസസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് എന്നും സർവീസസ് എന്നും നമ്മൾ ബിസിനസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കും. ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്നാൽ ഇത് രണ്ടും രണ്ടാണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സർവീസസ്. ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് സർവീസസുകളാണ് ഉള്ളത്? പ്രധാനമായിട്ടും ഉള്ളത് ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, വെയർ ഹൗസിംഗ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബിസിനസ് സർവീസസുകളായിട്ട് പറയുന്നത്. ഇതൊക്കെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബാങ്കിങ് എന്താണ്, ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബാങ്കിങ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ്. വെയർ ഹൗസിംഗും അതുപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ എസ്പെഷ്യലി ബാങ്കിങ്ങും ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ വരുന്ന 2 ടോപ്പിക്കുകളാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. എസ്പെഷ്യലി ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻസും ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസും. ഓക്കെ, സോ വളരെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസസ്. മാത്രമല്ല കോൺസെപ്റ്റ് ഓഫ് ഇ ബാങ്കിങ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസസ്. ഓക്കെ, സോ ബേസിക്കലി ബിസിനസ് സർവീസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന 5th ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം പഠിക്കുന്നത് മീനിങ് ഓഫ് ഇ ബിസിനസ് ആണ്. ഇ ബിസിനസ് അഥവാ ഇലക്ട്രോണിക് ബിസിനസ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചാപ്റ്റർ ആണ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആൻഡ് പ്രോസസ് ഓഫ് ഓൺലൈൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആസ് എ പാർട്ട് ഓഫ് ഇ ബിസിനസ്. ആൻഡ് മറ്റൊരു ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, കാണാറുണ്ട്. ഈ ബിസിനസ്സും ഈ ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് പഠിക്കുന്നുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത്. ആൻഡ് മേജർ സെക്യൂരിറ്റി കൺസേൺസ് ഓഫ് ഇലക്ട്രോണിക് മോഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇലക്ട്രോണിക് മോഡ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് വരുന്ന മേജർ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ്, കൺസേൺസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി 5th ചാപ്റ്റർ. ആൻഡ് ദ 6th ചാപ്റ്റർ ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിനെയും കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് 6th ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് പറയുന്നുണ്ട്. പ്ലസ് നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ്സിന് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് സ്റ്റേറ്റ് ദി എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് എത്തിക്സ്. സോ ഇത്രയുമാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന 6th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ആൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ദ 7th ചാപ്റ്റർ ഇസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ, 7th ചാപ്റ്റർ ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് എ കമ്പനി. സോ ഫസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഉള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്യപ്പെടുന്നത് എന്നത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. ആൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് കമ്പനി ഫോർമേഷൻ. ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പുകളുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഈ പ്രൊമോഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഓരോ സ്റ്റേജിലും ഉള്ള സ്റ്റെപ്പുകൾ എന്താണെന്ന് പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് മറ്റൊരു ടോപ്പിക് ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. മാത്രമല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പോലെയുള്ള ഇമ്പോർട്ടൻറ്റ്
ഡോക്യുമെന്റ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ MOA AO എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ആസ് എ ബിസിനസ് സ്റ്റുഡൻറ്റ്, ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് 8th ചാപ്റ്റർ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസ് സോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ. ആൻഡ് ദ ടോപ്പിക് ഈസ് മീനിങ്, നാച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിൻ്റെ ബിസിനസ് ഫിനാൻസ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നാച്ചർ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാരിയസ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിനുള്ള വിവിധ സോഴ്സസ്, ഉറവിടങ്ങൾ ഏതൊക്കെയാണ്. മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് വാരിയസ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. വിവിധ ഉറവിടങ്ങളുടെ മെറിറ്റ്സും ലിമിറ്റേഷൻസും എന്തൊക്കെയാണ്. ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ചോയ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 8th ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സ്മോൾ ബിസിനസ്, ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് മീനിങ് ആൻഡ് നാച്ചർ ഓഫ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ്സിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ നാച്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്മോൾ ബിസിനസ്സിൻ്റെ റോൾ എന്താണ്. ആൻഡ് പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ്സുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഡിഫറെൻറ്റ് forms of assistance provided by the government to small business. Small business in government provide ചെയ്യുന്ന പ്രധാനപ്പെട്ട അസിസ്റ്റൻസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇന്റേണൽ ട്രേഡ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് പറയാം ഇന്റേണൽ ട്രേഡ്. സോ ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് നടത്തുന്ന കച്ചവടമാണ് അല്ലേ, രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ നടത്തുന്ന കച്ചവടമാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റേണൽ ട്രേഡിനകത്ത് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിൻ്റെ മീനിങ് എന്താണ്, ടൈപ്സ് ഏതൊക്കെയാണ്. ആൻഡ് സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് ആരാണ് ഹോൾസെയിലേഴ്സ്, ആരാണ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, റീറ്റെയിലേഴ്സിന് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സിൻ്റെ സർവീസസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ആൻഡ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആൻഡ് ഫേംസ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്. അവരാരൊക്കെയാണ്, ഏതൊക്കെയാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻഡ് അത്രയുമാണ് നമുക്ക് ഇന്റേണൽ ട്രേഡിനകത്ത് പഠിക്കാനുള്ളത്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്റർനാഷണൽ ബിസിനസ്. സോ ഇന്റർനാഷണൽ ബിസിനസ്സിനകത്ത് ഈ പേര് ഇന്റേണൽ ട്രേഡ് ഒരു രാജ്യത്തിനകത്തുള്ള കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് തീർച്ചയായിട്ടും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ്സും അതുപോലെ തൊട്ട് മുന്നേ പഠിച്ച ഇന്റേണൽ ബിസിനസ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് എന്താണ്, പ്ലസ് ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ആൻഡ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും, കയറ്റുമതി ചെയ്യുന്ന സമയത്തും ഇറക്കുമതി ചെയ്യുന്ന സമയത്തും എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം എന്നുള്ള കാര്യവും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ളത്. സോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.